ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് ഈ ഗോപൻ സ്വാമിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ് പോസ്റ്റ്മോർട്ടം പരിശോധനകൾക്കായി. ഡാൻ കുര്യൻ, ഡാൻ, എന്താണ് വിവരങ്ങൾ? ശ്രീജ, 1.5 മണിക്കൂർ നീണ്ടുനിന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം ഗോപൻ സ്വാമിയുടെ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് ഇപ്പോൾ നമുക്ക് മുമ്പിലെ ഈ റോഡിലൂടെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പോലീസിന്റെ പ്രത്യേക അകമ്പടിയിൽ കടന്നു പോവുകയാണ്. മാധ്യമങ്ങളുടെ ഉൾപ്പെടെ മുഴുവൻ വാഹനങ്ങൾ, മറ്റ് വാഹനങ്ങളൊക്കെ അവിടെ നിന്ന് മാറ്റി അതിന് വഴിയൊരുക്കിയിരിക്കുന്നു. ഈ ആംബുലൻസിനുള്ളിൽ കേരളത്തെ മുഴുവൻ 3-4 ദിവസമായി വലിയ ചർച്ചകൾക്ക് വഴിവെച്ച ഗോപൻ സ്വാമിയുടെ മൃതദേഹമുണ്ട്. ആ മൃതദേഹം വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടതിന് വേണ്ടി ഇവിടെ നിന്ന് ഈ ആംബുലൻസിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. മറ്റ് നടപടിക്രമങ്ങൾ ഏതാണ്ട് 7 മണിയോടെ തുടങ്ങിയ നടപടിക്രമങ്ങൾ 8:45 പൂർത്തിയാക്കിയതിനു ശേഷം ഫോറൻസിക് സംഘം മടങ്ങിയതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് വിശദമായ പരിശോധനകൾ നടത്തുന്നതിന് വേണ്ടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ഏതാണ്ട് 1 മണിക്കൂർ സമയം, ഒരു 1/4 മണിക്കൂർ സമയം ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജിലേക്ക് വേണ്ടിവരും. ഒരു പക്ഷേ ഇനി ഇവിടെ നിന്ന് ഈ പോലീസ് അവിടെ ഒരുക്കിയിരിക്കുന്ന സുരക്ഷ, അവിടേക്ക് കൂടുതൽ ആളുകൾ കടന്നു വരാനുള്ള ശ്രമം നടത്തും. അതിന് പോലീസ് സമ്മതിക്കുമോ? അതാണ് അറിയാനുള്ളത്. വിശദമായ പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പരിശോധനകൾക്ക് എല്ലാം പൂർത്തിയാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് പുറത്തേക്ക് പോയിരിക്കുന്നത്. ഒരുപക്ഷേ ഈ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ അസിസ്റ്റന്റ് കമ്മീഷണർ, ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ അല്പസമയത്തിനകം പുറത്തേക്ക് വരും. അവർ ഇവിടേക്ക് എത്തുമോ? ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണങ്ങൾക്ക് തയ്യാറാകുമോ? ഈ കുടുംബം ഇപ്പോൾ നടന്ന ഈ നടപടികളോട് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക? ഇതൊക്കെയാണ് വരും മണിക്കൂറുകളിൽ വാർത്തകളിൽ നിറയാൻ പോകുന്നത്. അല്പസമയത്തിനകം ഒരുപക്ഷെ ഈ കുടുംബാംഗങ്ങളുടെ പ്രതികരണം ഉണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. എന്തായാലും 1.5 മണിക്കൂർ നീണ്ടുനിന്ന നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയതിനു ശേഷം വിശദമായ പരിശോധനകൾക്ക് വേണ്ടി കൈലാസനാഥ ക്ഷേത്രം സ്ഥാപിച്ച ഗോപൻ സ്വാമിയുടെ മൃതദേഹം ഇവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നീക്കിയിരിക്കുകയാണ്. എന്തായാലും തുടർ നടപടികൾ അവിടെയായിരിക്കും. ഫോറൻസിക് സംഘം അടങ്ങുന്ന വിദഗ്ധ സംഘം വിശദമായ പ്രാഥമിക പരിശോധനകൾ നടത്തിയതിന് ശേഷമാണ് ഇവിടെ നിന്ന് പോകാൻ അല്പസമയം മുമ്പ് മടങ്ങിയത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക്. അതിന് പിന്നാലെയാണ് നേരത്തെ തന്നെ തയ്യാറാക്കി നിർത്തിയിരുന്ന ആംബുലൻസിൽ ഈ മൃതദേഹം ഇവിടെ നിന്ന് നീക്കിയിരിക്കുന്നത്. ഒരുപക്ഷെ തുടർ നടപടികൾ ഏത് തരത്തിലായിരിക്കാം എന്നതാണ് ഇനി അറിയാനുള്ളത്. അതിന് മുന്നോടിയായിട്ടുള്ള പരിശോധനകളൊക്കെ പൂർത്തിയാക്കിയതിനു ശേഷമാണ് ഈ മൃതദേഹം വഹിച്ചുകൊണ്ടുള്ള ആംബുലൻസ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. അല്പസമയത്തിനകം ഈ നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ പുറത്തേക്കെത്തും. അവരേത് തരത്തിലായിരിക്കും പ്രതികരിക്കുക? മൃതദേഹം കണ്ടെത്തിയ സമയത്ത് സ്ഥലത്ത് ഉണ്ടായിരുന്ന സാഹചര്യം, അത് ഇരിക്കുന്ന നിലയിലായിരുന്നുവെന്ന വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നു. അതോടൊപ്പം പൂജാവസ്തുക്കൾ ഉണ്ടായിരുന്നുവെന്ന വിവരം ലഭിക്കുന്നു. മൃതദേഹം അധികം ജീർണിച്ചിട്ടില്ലായിരുന്നുവെന്ന വിവരങ്ങൾ ലഭിക്കുന്നു. ഇതിലൊക്കെ ഔദ്യോഗികമായ സ്ഥിരീകരണം നടത്തേണ്ടത് നടപടിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ ഉന്നത ഉദ്യോഗസ്ഥരാണ്. അല്പസമയത്തിനകം അവരുടെ പ്രതികരണം വന്നേക്കാം. അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ കുടുംബാംഗങ്ങൾ ഇപ്പോൾ പോലീസ് നടത്തിയ ഈ നടപടികളോടുള്ള ഈ കുടുംബാംഗങ്ങളുടെ പ്രതികരണം കൂടി അല്പസമയത്തിനകം ലഭിച്ചേക്കാം. അതുമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കിയിരിക്കുന്നു. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്. കൈലാസനാഥ ക്ഷേത്രത്തിന്റെ മുഴുവൻ പരിസരവും പോലീസ് കാവലിലാണ്. ഈ ക്ഷേത്രത്തിലേക്ക് ഇറങ്ങി വരുന്ന വഴി, ഈ വീടിന്റെ മുൻവശം, അതോടൊപ്പം ഇവിടേക്ക് ആളുകൾക്ക് എത്താൻ സാധ്യതയുള്ള പിൻഭാഗം, ഈ ക്ഷേത്രത്തിന്റെ പിൻഭാഗം ഉൾപ്പെടെയുള്ള എല്ലാ വശങ്ങളിലും പോലീസിന്റെ കനത്ത കാവലാണ്, വലിയ സുരക്ഷ. അതായത് രാവിലെ 5:30 ഇങ്ങനെ ഒരു കൃത്യമായ സുരക്ഷ ഇവിടെ ഒരുക്കിയതിനു ശേഷം പോലീസ് സംഘം പരിശോധനകൾക്ക് വേണ്ടി ഇവിടേക്ക്, അല്ലെങ്കിൽ നടപടിക്രമങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് വേണ്ടി ഈ ക്ഷേത്രവും പരിസരവും വീടും ഈ സമാധി ഇരിക്കുന്ന സ്ഥലവും ഉൾപ്പെടെ വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കുന്നത്. അതിനുവേണ്ടി പോലീസ് കൃത്യമായി സ്ഥലത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയായിരുന്നു. ആ നിയന്ത്രണം ഏറ്റെടുത്തതിന് ശേഷമാണ് മറ്റ് നടപടിക്രമങ്ങളിലേക്ക് അവർ കടന്നത്. അതിന് ശേഷം 1.5 മണിക്കൂർ, അതായത് 1/2 മണിക്കൂർ കൊണ്ട് ഈ കല്ലറ പൊളിക്കുന്നു. അതിനുശേഷം മൃതദേഹം മറ്റ് കേടുപാടുകൾ വരാത്ത തരത്തിൽ പുറത്തേക്കെടുക്കുന്നു. പുറത്തേക്കെടുത്തതിന് ശേഷം അവർ ഈ പ്രാഥമികമായ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം ആന്തരിക അവയവങ്ങൾ ഉൾപ്പെടെ വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കേണ്ടതുണ്ട് എന്ന നിഗമനത്തിൽ ഇവിടെ നിന്ന് ആംബുലൻസിലേക്ക് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി കയറ്റുകയായിരുന്നു. അതിനുശേഷം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉദ്യോഗസ്ഥരടക്കം പുറത്തേക്ക് വരുന്നു. ഇതാണ് ഇപ്പോഴത്തെ സാഹചര്യം. ഒരു പക്ഷേ ഡിവൈഎസ്പി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ഇവിടെ വെച്ച് മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയേക്കാം. ആ പ്രതീക്ഷയിൽ തന്നെയാണ് നമ്മളും കാത്തു നിൽക്കുന്നത്. വലിയ തരത്തിൽ ആളുകൾ ഇവിടേക്ക്, അതായത് ഈ സ്ഥലത്തേക്ക് ആളുകൾ, സന്ദർശകർ എത്തുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ ഒരു പശ്ചാത്തലത്തിൽ
കടുത്ത നിയന്ത്രണം ഈ സ്ഥലത്ത് മുഴുവൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിന്റെ കാവലിലാണ് ഈ പ്രദേശം. അതുകൊണ്ട് വിശദമായ പരിശോധനകൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ സന്ദർശകരെ ഈ പരിസരത്തേക്ക് കഴിഞ്ഞ ദിവസത്തേക്ക് പോലെ ഇവിടേക്ക് കടത്തിവിടാനുള്ള ഒരു സാധ്യതയുമില്ല. അങ്ങനെയാണ് ഈ പരിശോധനകൾ ഇപ്പോൾ പൂർത്തിയാക്കുന്നത്. അതൊരു ക്രൈം സ്പോട്ടാണ്. അവിടെ നിന്ന് കൂടുതൽ ഈ പറയുന്ന പോലെ സാഹചര്യ തെളിവുകൾ ശേഖരിക്കേണ്ട സ്ഥലമാണ്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഇനിയും ആരെയും കടത്തിവിടാൻ സാധ്യതയില്ല. വലിയ സുരക്ഷാ സന്നാഹത്തിൽ തന്നെയാണ് ആ മേഖല മുഴുവനുള്ളത്.